ഹലോ, എല്ലാവർക്കും എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസിന്റെ എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഇന്ന്. നമ്മുടെ ഓണം കളക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി നേരത്തെ ഇരുന്ന സ്റ്റോക്കിന്റെ മിച്ചം, അതായത് നമുക്ക് ഒത്തിരി ഡിമാൻഡ് വന്ന സാരീസ് തന്നെയാണ്. അതിന്റെയൊക്കെ ഓരോ പീസൊക്കെ മാത്രമായിട്ട് നമുക്ക് ചില സാരീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട്. അപ്പൊ ആ സാരീസ് ഒക്കെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യുവാണ്. അപ്പൊ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ചില സാരീസ് ഒക്കെ ഒരു പീസ് 2 പീസൊക്കെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം ആദ്യം നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്മളത് സെല് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏതൊക്കെ സാരീസാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുള്ളത് കാണിക്കാം. ഈ ഒരു സാരീസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് റാൻഡം ആയിട്ടുള്ള സാരീസാണ്. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചു നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിയ കുറച്ച് സാരി കളക്ഷൻസ് ആണ്. നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിതിൻ്റെ എല്ലാം സിംഗിൾ പീസസോ അല്ലെങ്കിൽ 2 പീസസോ ഒക്കെ വെച്ച് മാത്രമേ ഇപ്പം നമ്മളതിൽ മിച്ചമുള്ളൂ. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ഒരിക്കലും ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേനും നമ്മുടെ പഴയ വീഡിയോസ് പിന്നെ ആരും കാണുന്നുണ്ടാവില്ല. നമ്മൾ ഷോപ്പൊക്കെ ആകുമ്പം കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വീണ്ടും വരുമ്പോൾ അവർ ഓൾറെഡി ഇരിക്കുന്ന സ്റ്റോക്സ് എല്ലാം കാണും. പക്ഷെ നമ്മൾ ഓൺലൈൻ ഷോപ്പ് നടത്തുമ്പോഴത്തേനും നമ്മൾ ആ വീഡിയോ റിലീസ് ചെയ്യുന്ന കുറച്ച് ദിവസത്തേക്കിന് മാത്രമേ നമ്മൾ ആ സാരീസ് കാണത്തുള്ളൂ. അതുപോലെ ചില സാരീസ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും വരുത്തിയ സാരീസ് ഉണ്ട്, അതായത് റീസ്റ്റോക്ക് ചെയ്ത സാരീസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ ഇടുന്ന സമയത്ത് തന്നെ മിക്കവാറും നമ്മുടെ സാരീസ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആകും. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എങ്ങനെയും അതൊന്ന് റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാന്ന് പറയുന്ന സാരീസ് ഒരിക്കലും പേയ്മെന്റ് വാങ്ങിക്കാറില്ല. നമ്മൾ അവർ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ റീസ്റ്റോക്ക് വരുമോ എന്ന് കൺഫേം അല്ല, അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം, അന്നേരം പേയ്മെന്റ് വാങ്ങി തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ റീസ്റ്റോക്ക് പറയുമ്പോഴത്തേനും നമുക്ക് ഉടനെ തന്നെ റീസ്റ്റോക്ക് വരാറില്ല. നമുക്ക് 2 വീക്സ് ഒക്കെ എടുക്കും അത് റീസ്റ്റോക്ക് ആയി വരാനായിട്ട്. അപ്പം നമ്മൾ അങ്ങനെ റീസ്റ്റോക്ക് ആയി വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവരിപ്പം വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡിലൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്ത സാരീസ് ഒക്കെ വീണ്ടും നമുക്ക് ഇതുപോലെ സ്റ്റോക്കിലുണ്ടാവും. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതായതുകൊണ്ട് പിന്നെ റിപ്പീറ്റഡ്ലി വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കും. ആരെങ്കിലും പഴയ വീഡിയോ കണ്ടിട്ട് എൻക്വയറി ചെയ്യുവാണെങ്കിൽ അന്നേരം സെയിൽ ആയിക്കോട്ടെന്ന്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോർ ആണെങ്കിൽ ഈ പറയുന്ന പോലെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ ഇരിക്കുന്ന സാരീസ് എല്ലാം കാണാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് വീണ്ടും ആൾക്കാർ കാണണമെന്നില്ല. അപ്പൊ ചിലപ്പോഴൊക്കെ ഇതുപോലത്തെ സാരീസ് നമുക്ക് ഇങ്ങനെ മിച്ചമിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇരിക്കുന്ന കുറച്ച് സാരീസ് ആണിത്. എല്ലാം നല്ല മൂവിങ് ആയിരുന്ന സാരീസ് ആയിരുന്നു. നമ്മൾ വീഡിയോ ഇട്ടപ്പം സ്റ്റോക്ക് ഔട്ട് ആയി പോയ സാരീസ് വരെ ഉണ്ട്. ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി പോയ സാരീസ് ആയിരുന്നു. നമ്മൾ വീണ്ടും റീഓർഡർ ചെയ്ത് വരുത്തിയതാണ്. വരുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് 1-2 പീസ് മിച്ചം ഇരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഈ കാണിക്കുന്നതിൽ ഈ ഒരു 3 സാരീസും ഓർഗൻസ മെറ്റീരിയലാണ്. ഈ ഒരു സാരി കോട്ട മെറ്റീരിയലാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ സാരി തുറന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പം അതിനകത്ത് സാരി ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വൈറ്റ് കളറിലെ ഓർഗൻസ സാരിയിൽ ഫുൾ ബോർഡറിൽ കൂടെയും ഈ ഒരു റോസ് ഫ്ലവർ ഡിസൈനും സ്കാലപ്പും വരുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതിന്റെ മുന്താണിയുടെ എൻബോഷനും എല്ലാം ഇങ്ങനെ വന്ന് സ്കാലപ്പ് ഫിനിഷോടെ വരുന്നതാണ്. ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വൈറ്റ് ബ്ലൗസ് ആണ്. സാരിയുടെ ഫുൾ ദേഹത്തും ഇതുപോലെ ഈ ഒരു റോസ് ഫ്ലവേഴ്സിന്റെ സ്കാറ്റർ ചെയ്ത് വർക്കുണ്ട്. നമ്മൾ ഉടുത്ത് വരുന്ന എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഇതുപോലത്തെ ഈ ഒരു വർക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനത്തെ ഫുൾ ബോർഡർ വരുന്ന സാരീസിൽ ചിലതിലൊക്കെ നമുക്ക് റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് മാത്രമേ ഈ ഒരു ബോർഡർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അത് ഇപ്പം വരുന്ന സാരീസിനെല്ലാം അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് സാരീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ നല്ല ഓർഗൻസ മെറ്റീരിയൽ ആണ്. നമുക്ക് നോർമലി ഓർഗൻസ സാരീസ് ഒക്കെ പുറത്ത് ഷോപ്പിൽ 3000+ റേറ്റിൽ തന്നെ കിട്ടത്തുള്ളൂ. ഈ സാരിക്ക് പക്ഷെ നമ്മൾ വെറും 2990 റുപ്പീസേ ചാർജ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ റേറ്റ് കുറച്ചുകൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്സിന്റെ അത്ര എക്സ്പെൻസ് വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതിന്റെ റേറ്റ് കുറച്ച്, നിങ്ങൾക്ക് ഈ സെയിം സാരി പുറത്ത് ഷോപ്പിൽ നിന്ന് ഇതിലും കൂടി റേറ്റിലേ കിട്ടത്തുള്ളൂ. അത്രയും നല്ല ഓർഗൻസ മെറ്റീരിയൽ ആണ്. ഇതുണ്ടോ, ഒത്തിരി ഫ്ലോയി അല്ല, എന്നാൽ ഒത്തിരി ഭയങ്കര സ്റ്റിഫായിട്ട് വീർത്തിരിക്കുന്ന പോലത്തെ മെറ്റീരിയൽ അല്ല.
പിന്നെ ഈ ഓർഗൻസ മെറ്റീരിയൽ ഓഫ് കോഴ്സ് സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഈ സാരി ചോദിച്ച് ഒത്തിരി ആൾക്കാർ നമ്മൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചില സാരീസ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റോക്ക് മീൻസ് വീഡിയോ കാണിക്കുന്ന സമയത്ത് ആൾക്കാർ വേണമെന്ന് പറയും, വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യണം, എനിക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് മാറ്റി വെപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ 1 വീക്ക് ഒക്കെ ആയിട്ടും റെസ്പോൺസ് വരാത്തപ്പം തിരിച്ച് ചോദിക്കുമ്പോഴത്തേനും ഒരു റെസ്പോണ്ടും ഇല്ലാണ്ടിരിക്കും. അങ്ങനെയും നമുക്ക് ഒത്തിരി സാരീസ് ഇങ്ങനെ മാറ്റി വെക്കണം. ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചപ്പോൾ നമ്മൾ ഈ സാരി സ്റ്റോക്ക് ഔട്ട് ആന്ന് പറഞ്ഞ സാരിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ മിച്ചമിരിക്കുന്ന. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സാരി നമുക്ക് ഒത്തിരി എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്കൊക്കെ ഇത്രയും ലൈറ്റ് സാരീസ് മീൻസ് ഓർഗൻസ ഇത്രയും ലൈറ്റ് ആണെന്നറിയാതെ വാങ്ങിച്ചവരുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് ലെഗ് പോർഷന്റെ അവിടുന്ന് തൊട്ടേ വർക്ക് തുടങ്ങുള്ളൂ എന്നുള്ളത് നമുക്കും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സാരീസിന് അത് അങ്ങനെയാണ് എന്ന് ഫസ്റ്റ് ടൈം അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ സ്റ്റോക്കിലും ഇങ്ങനെ തന്നെ വരുമ്പോഴും, അതുപോലെ ഞാൻ പുറത്ത് ബൊട്ടീക്സിനൊക്കെ വാങ്ങിക്കുന്ന സാരീസിനെ കുറിച്ച് എൻക്വയറി ചെയ്തപ്പം അവരുടേതും അത് അങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇപ്പം വരുന്ന സാരീസ് അങ്ങനെയാണ് നോർമലി വരുന്നതെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഡിഫക്റ്റ് അല്ല, നോർമലി ഇപ്പം വരുന്ന സാരീസ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് ഈ സാരീസിൽ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ട് ഉടുത്താൽ ഫുൾ ബോർഡറിൽ കൂടെ ഈ പറഞ്ഞ പോലെ റൈറ്റ് ലെഗ് പോർഷൻ തൊട്ടേ വർക്ക് തുടങ്ങത്തുള്ളൂ. എന്നാൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വർത്ത് ആയിട്ടുള്ള ഒരു സാരിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഓർഗൻസ സാരീസ് ഈ പ്രൈസ് റേഞ്ചിലല്ലാതെ വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നല്ല ഓർഗൻസ മെറ്റീരിയൽ, ക്വാളിറ്റി കുറഞ്ഞ ഓർഗൻസ മെറ്റീരിയൽ ഉണ്ടാവും, ഇതിലും റേറ്റ് കുറവിൽ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ഓർഗൻസ ഒക്കെ പറയുന്ന പോലത്തെ മീറ്ററിന് വില കുറഞ്ഞ പോലത്തെ ഓർഗൻസ മെറ്റീരിയലിൽ ഇങ്ങനത്തെ സാരീസ് വരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് 1000 റേഞ്ചിലോ 2000 റേഞ്ചിലോ ഒക്കെ നോർമലി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ഓർഗൻസ മെറ്റീരിയൽ സാരീസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന സാരി. ഇതിന്റെ പ്രൈസ് വരുന്നത് 2950 റുപ്പീസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ഇതൊരു ഓർഗൻസ മെറ്റീരിയൽ സാരി തന്നെയാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഒത്തിരി പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് വീണ്ടും ഞാൻ വീഡിയോ 2 പ്രാവശ്യമേ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും നമ്മളടുത്ത് കസ്റ്റമേഴ്സ് പ്രീ ബുക്ക് ചെയ്ത് നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇത് എടുത്തിട്ടുള്ള കളേഴ്സും സാരീസും ആണ്. ഇതിന്റെ ഈ ഒരു ഒറ്റ പീസ് സാരി മാത്രം ബാലൻസ് ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ പീച്ച് ഷെയ്ഡാണ്, എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡ്. പീച്ച് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്, ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയ്ഡുമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചില വീഡിയോസ് ഒക്കെ റിലീസായി കുറച്ച് കഴിയുമ്പോൾ ആ വീഡിയോയുടെ റീച്ച് പോകും. അപ്പം നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബാലൻസ് ആയിട്ട് 1-2 പീസ് ഇരിക്കുവാണെങ്കിൽ അത് വീണ്ടും അത് അങ്ങനെ തന്നെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനിത് ക്ലിയർ ഔട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പീസ്. നമുക്ക് കൂടുതൽ ഫ്രഷ് പീസസ് ഒക്കെ കൊണ്ടുവരാനായിട്ടും ഒക്കെ അത് ഹെൽപ്ഫുൾ ആവുന്നത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഒറ്റ സിംഗിൾ പീസേ ഉള്ളൂ, നമുക്കിത് മാത്രമായിട്ടൊരു വീഡിയോ ഇടാനായിട്ടും ഇല്ല. അതുകൊണ്ടാണ് റാൻഡമായിട്ട് ഇങ്ങനത്തെ കുറച്ച് സാരീസ് എടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഫുൾ ബോഡിയിലും ഇതുപോലത്തെ എംബ്രോയിഡറി വർക്ക് വന്ന് എന്തിലൂടെ കട്ട് വർക്ക് വരുന്ന പോലത്തെ ഒരു പാറ്റേൺ സാരിയാണ്. ഇതും നല്ല പ്രീമിയം ആയിട്ടുള്ള ബനാറസി ഓർഗൻസി മെറ്റീരിയൽ ആണ്. അത്യാവശ്യം ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഓർഗൻസ മെറ്റീരിയൽ അറിയാമല്ലോ, പിന്നെ ട്രാൻസ്പാരന്റ് ആണ്. പക്ഷെ ഫ്ലീറ്റഡ് ആകുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ അത്രയും ഇതുണ്ടോ, ഡബിൾ ലെയറിലൊക്കെ വരുമ്പോഴത്തേനും ഇത് അത്രയും ട്രാൻസ്പെറന്റ് ആവത്തില്ല. ഫ്ലീറ്റഡ് ഉടുക്കുന്നതിനേക്കാളും തഴിച്ചിടുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ലുക്ക് കുറച്ചുകൂടെ വരുന്നത്. ഇതിനകത്ത് ബ്ലൗസ് വരുന്നത് ഇതുപോലെ സെൽഫായിട്ട് ഈ ഒരു മോട്ടീവ്സ് ഉള്ള പോലത്തെ ഫുൾ ബോഡി കൂടെ ഇതുപോലത്തെ മോട്ടീവ്സ് ഉള്ള പോലത്തെ ഒരു സാരി ആയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പം ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 3250 റുപ്പീസ് ആണ്. നമുക്ക് ഒത്തിരി കളേഴ്സ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ലാവൻഡർ ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ് ഒക്കെ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന സാരീസ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയതാണ്. ഇതിനകത്ത് ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രം നമുക്ക് ഒരു ലാസ്റ്റ് പീസ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഷെയ്ഡ് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു ഓർഗൻസ സാരി തന്നെയാണ്. ഇത് നമ്മുടെ ഒരു ലൈലാക്ക് ഷെയ്ഡിലുള്ള ഒരു ഫുൾ ബോഡി എംബ്രോയിഡറി വരുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതിന്റെ ബോർഡറിൽ കൂടെ വരുമ്പോഴത്തേനും ഇച്ചിരി തിക്കറായിട്ടുള്ള എംബ്രോയിഡറി, ബോഡി പോർഷനിൽ വരുമ്പോഴത്തേനും ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലത്തെ എംബ്രോയിഡറി വന്ന് ഫുൾ ബോഡിയിൽ എംബ്രോയിഡറി ഉണ്ട്. സൈഡിൽ കൂടെ ഡബിൾ ലെയറിൽ കൂടെ സ്കാലപ്പ് വർക്ക് വരുന്ന പോലത്തെ ഒരു പ്രത്യേക, നോർമലി കാണുന്ന അല്ലാണ്ട് ഒരു പ്രത്യേക ടൈപ്പിലുള്ള സ്കാലപ്പ് വർക്കും വരുന്ന പോലത്തെ ഒരു സാരിയാണ്. ഈ സാരിയും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സാരിയാണ്. ഈ സാരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഈ പറഞ്ഞ പോലെ അതിന്റെ പീസ് 1-2 പീസ് നമുക്ക് മിച്ചം ഇരിക്കുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും ഈ സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് ചെയ്യുക. ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതും 3250 റേഞ്ചിൽ വരുന്ന സാരി തന്നെയാണ്.
ഇതും 3250 റേഞ്ചിൽ വരുന്ന സാരി തന്നെയാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ ഉടുത്ത് വരുന്ന പോർഷനിൽ ഈ ഒരു ഫുൾ ബോഡിയിലൂടെ വർക്ക് വരും. നമ്മൾ ഫ്ലീറ്റ്സ് കുത്തുന്ന ഭാഗത്തൊക്കെ ഒരു മുട്ടിന് താഴെ മുട്ട് തൊട്ട് വർക്ക് വരുന്ന പോലെ ആ വർക്ക് വരും. അതുപോലെ പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയലാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഞാൻ ഓൾറെഡി ആദ്യത്തെ സാരിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു റൈറ്റ് ലെഗ് പോർഷൻ തൊട്ടാണ് ഇതിന്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഫുൾ റിച്ച് ആയിട്ടുള്ള വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് കാണാനായിട്ട്. ഇതിന്റെ ഒരു ബേസ് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്തപ്പോൾ 2 ഷെയ്ഡ്സ് ആയിരുന്നു കാണിച്ചിരുന്നത്. ബേസ് ഷെയ്ഡ് നമ്മൾ വീണ്ടും റീസ്റ്റോക്കും ചെയ്തായിരുന്നു. അത് പെട്ടെന്ന് തന്നെ നമുക്ക് തീർന്നു പോയി. ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർക്കും ഭയങ്കര ഡിമാൻഡായിട്ട് വന്നതുകൊണ്ട് വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് വീണ്ടും കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തിട്ടുണ്ട്. മാക്സിമം ഈ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് അതുപോലെ ഡിമാൻഡുള്ള കളക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ സാരീസ് എന്താണെങ്കിലും നമ്മൾ പറ്റുവാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യും. പിന്നെ സെയിം ഡിസൈൻസും വരുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം വെച്ചാൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റീസ്റ്റോക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്രീമിയം കോട്ട മെറ്റീരിയൽ ഉള്ള സാരിയാണ്. ഇതിന്റെ ഒത്തിരി ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സാരി. ഇതിന്റെ ഗ്രീന്, ലാവൻഡർ ഒക്കെ ഒത്തിരി ഷെയ്ഡ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ സാരീസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സാരി നൂർത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുൾ സ്കാലപ്പ് നമ്മൾ ആദ്യം കാണിച്ച ഓർഗൻസ മെറ്റീരിയൽ വന്നിരിക്കുന്ന സാരി കോട്ടായിൽ വരുന്ന പോലത്തെ സാരിയാണ്. ഫുൾ കോട്ട മെറ്റീരിയൽ ആ ഒരു ഫുൾ ലൈൻ എംബ്രോയിഡറിയും ഫ്ലോറൽ ഡിസൈനും അതുപോലെ നമുക്ക് ആ ഒരു ഫുൾ ബോഡി സ്കാലപ്പും വരുന്ന പോലത്തെ സാരീസ് ആണ്. കോട്ട സാരീസിൽ വരുമ്പോൾ നമുക്ക് ആ ഫുൾ ബോർഡറിൽ തന്നെ ആ ഒരു വർക്കും വരും. നമുക്ക് ഒരു പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ വരുന്നത്. ബ്ലൗസ് ഈ പറഞ്ഞ പോലെ ഈ കോട്ട മെറ്റീരിയൽ അല്ല, ചെറിയൊരു ചേഞ്ച് ഉള്ള പോലത്തെ ഒരു ചന്തേരി മിക്സ് വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ. നമുക്ക് പ്ലെയിൻ വൈറ്റ് ബ്ലൗസ് ആണ് വരുന്ന ഇതിന്റെ കൂടെ. അപ്പം ഇത്രയും സാരീസ് നമ്മൾ ഇന്ന് ഈ ഒരു റാൻഡം ആയിട്ട് കാണിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2495 ആണ്. ഇതിന്റെ ആണെങ്കിലും ഒത്തിരി കളക്ഷൻസ്, ഒത്തിരി കളേഴ്സ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പ്രാവശ്യം നമ്മൾ ഈ കോട്ട സാരീസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കളേഴ്സ് ഉള്ളതാണെങ്കിലും അതുപോലെ വൈറ്റിൽ ഇതുപോലെ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വരുന്ന സാരീസ് ആണെങ്കിലും നമ്മൾ ഒത്തിരി പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതിന്റെ ലാസ്റ്റ് ഒരു പീസ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മിച്ചമായിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പൊ ഇത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് പോയി. അപ്പൊ ഈ കാണിച്ച സാരീസ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ സാരീസ് ഒന്നും ഇപ്പം കറന്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓണം കളക്ഷൻസ് ആണ് നമ്മൾ പുതിയ സ്റ്റോക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു എൻഡ് ഓഫ് സീസൺ സെയിലായിട്ട് ഈ ഒരു സാരീസ് ഒക്കെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.